എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നോട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഗ്രേ ഹെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു ഗ്രേ ഹെയർ ചലഞ്ച് എന്ന് പറയുന്നത് ഒൺലി ഫോർ ഗ്രേ ഹെയർ മാത്രമല്ല, മുടി വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിയിലെ താരൻ പോലുള്ള പ്രോബ്ലംസും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു മാസം വൺ ഡേ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ്, അതിന് എന്തൊക്കെയാണ് വേണ്ടത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രേ ഹെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡേ 1 ഞാൻ ഇട്ട വീഡിയോ അതിനകത്ത് കാണാൻ പറ്റും. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ മാക്സിമം ഞാൻ നമ്മുടെ തന്നെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ പ്രോഡക്ട്സ് ഇല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹെന്നയും ഇൻഡിഗോയും മാത്രം എനിക്ക് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക കേട്ടോ. ഹെന്നയും ഇൻഡിഗോയും മസ്റ്റാണ് മുടി കറക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ എങ്ങനെയാണോ തോന്നുന്നത് അതനുസരിച്ച് ചെയ്യുക. എനിക്ക് അതിനൊരു ഓപ്ഷൻ തരാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ മുടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ഫസ്റ്റ് വേണ്ടത് നല്ല പോലെ ഒരു ഹെയർ മസാജ് നമ്മൾ ചെയ്യും. എണ്ണ വെച്ചിട്ട് നല്ലൊരു മസാജ് ചെയ്യണം. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ല പോലെ ഓയിൽ ഉപയോഗിച്ചിട്ട് തലയിൽ മസാജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മസാജ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇൻഡിഗോ ഹെയർ ഓയിൽ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഇൻഡിഗോ ഹെയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഹെയർ മസാജ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് വേറൊരു ഓയിൽ, ഈ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഉള്ളവർക്കും ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. ഇൻഡിഗോ ഓയിൽ ഉണ്ടെങ്കിൽ ഇൻഡിഗോ ഓയിൽ തന്നെ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നൊരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡിഗോ ഓയിൽ വെച്ച് എങ്ങനെ മസാജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഹെയറിൽ, അതിനു മുമ്പ് ഞാൻ ആ ഓയിൽ കൂടെ ഉണ്ടാക്കുന്ന കാണിച്ചു തന്നിട്ട് പറയാം അല്ലേ. അതാണ് നല്ലത്. അപ്പം ഞാൻ ആ ഒരു ഓയിലും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഓയിൽ ഉണ്ടാക്കി വെക്കുക. ഇൻഡിഗോ ഓയിൽ ഉള്ളവരാണെങ്കിൽ ഇൻഡിഗോ ഓയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, പിന്നെ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ദയവേത് നിങ്ങൾ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളവർക്ക് എൻ്റെ ജോയിൻ ബട്ടൺ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉള്ള അതാണ് ജോയിൻ ബട്ടൺ. എല്ലാത്തും എനിക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ എങ്കിലും ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എങ്കിലും നിങ്ങൾ വാട്സപ്പ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഓർഡർ ചെയ്തവർക്ക് അടിയിലോട്ട് പോകും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു വിഷമം, അയ്യോ റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സും ആവും. അതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ആ ഒരു ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് നല്ലോണം ചൂടായത് നമ്മൾ ഹെന്നയൊക്കെ ഉണ്ടാക്കുന്ന ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റർഡ് ഓയിലാണ്. അതും നല്ല ചക്കിലാട്ടിയ നല്ല മസ്റ്റർഡ് ഓയിലാണ് ഏറ്റവും നല്ലത്. മുടി കറക്കാനും ഒക്കെ മസ്റ്റർഡ് ഓയിൽ നല്ല പോലെ സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും അളവിന് മസ്റ്റർഡ് ഓയിൽ എടുത്ത് വയ്ക്കുക. ഞാനിതിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഓയിൽ അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ഇൻഡിഗോ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇൻഡിഗോ ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച് വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു എണ്ണയും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. ഓക്കെ, ഇത്രയും മതി, കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനല്ലേ. അപ്പോൾ ഇത് മതി. നല്ലപോലെ ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഒരു അളവിന് ഇപ്പോൾ ഒരു കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ. ഇപ്പോൾ അതിന് 1 ടീസ്പൂൺ അളവിലാണ് പറയുന്നത്. ആദ്യം 1 ടീസ്പൂൺ അളവിന് നമ്മുടെ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലപോലെ തീ നല്ലപോലെ ചെറുതാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ശീക്കക്കായ് പൊടിച്ചത്. ഇത് നമ്മുടെ ഹെയർ വാഷ് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ശീക്കക്കായ് പൊടിച്ചതാണെങ്കിൽ അതായാലും മതി. ഞാനിവിടെ ഹെയർ വാഷ് പൊടിച്ചതാണ് എടുക്കുന്നത്. ഹെയർ വാഷ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കറക്കുന്നതിനും സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അടുത്തത് നെല്ലിക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്ക പൊടിച്ചതും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിച്ചത് ഞാനിവിടുത്തെ ഇപ്പോൾ എടുക്കുന്ന മൈലാഞ്ചി പൊടിച്ചതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ചത്. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ കുറച്ച് തന്നെ വെച്ചേക്കണം കേട്ടോ. ഇനി ഒരു പത അടങ്ങുന്നത് വരെ
നമുക്കൊന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ മസ്റ്റർഡ് ഓയിലിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ഒരുമാതിരി ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണ്. നമുക്ക് ആക്ച്വലി ഈ മുട്ടുവേദനയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ മസ്റ്റർഡ് ഓയിലിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ മസ്റ്റർഡ് ഓയിൽ ഉള്ളിൽ പോകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും. കടുകെണ്ണ അല്ലെങ്കിൽ മസ്റ്റർഡ് ഓയിൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി ആ പത ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു കൊണ്ട് തന്നെ ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ടിരുന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പൊടി ഒന്ന് വറ്റിക്കിട്ടും. ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ നല്ലപോലെ ആ പതയൊക്കെ നല്ലപോലെ വറ്റി. ആ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് സമയം കൂടെ നിൽക്കും. കണ്ടോ, പത വറ്റുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം ഈ സമയത്താണ് നിങ്ങൾ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. അതും 1 സ്പൂൺ ഇൻഡിഗോ പൗഡർ മതി. നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്, ഞാൻ ഉണക്കി പൊടിച്ച ഇൻഡിഗോ പൗഡറാണ്. പ്യുവർ ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഇൻഡിഗോ പൗഡർ 1 സ്പൂൺ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത്, ഇനി ഇതിനകത്ത് നിങ്ങൾ ഒന്നും ചേർക്കണ്ട. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഓവർ നൈറ്റ് ഫുള്ളായിട്ടും നിങ്ങളിത് അടച്ചു വെച്ചേക്കണം. അടച്ചു വെച്ചിട്ട് രാവിലെ എടുത്ത് വേണം നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ. ഇനിയിപ്പോൾ രാത്രി മുഴുവനായിട്ട് ഇത് അടഞ്ഞിരിക്കട്ടെ. അടഞ്ഞിരുന്നതിന് ശേഷം രാവിലെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് വെച്ചൊക്കെ വാഷ് ചെയ്യാം. നിങ്ങളിത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല റിസൾട്ടായിരിക്കും. ഇൻഡിഗോ ഓയിൽ യൂസ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടും കേട്ടോ. കാരണം എല്ലാ പൊടികളും ഇല്ലെന്നേ ഉള്ളൂ, എങ്കിലും അത്യാവശ്യം നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഓയിൽ നിങ്ങൾ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഫുള്ള് ഇരുമ്പ് ചട്ടിയിൽ വെച്ചതിന് ശേഷം രാവിലെ നിങ്ങളിത് എടുത്ത് അന്നോട്ട് നല്ലപോലെ തലയിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നെന്തായാലും പറഞ്ഞു, നിങ്ങൾ നാളെ ആയിരിക്കുമല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ചെയ്യുന്നെങ്കിൽ രാവിലെ നല്ലപോലെ ഹെഡ് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വാഷ് ചെയ്യുക. ഇല്ല നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഈ ഓയിൽ വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത്, മുടി എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വേണം മുടി മുമ്പോട്ട് കുനിച്ചിട്ടിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വാരി കെട്ടി വെക്കുക. എന്നിട്ട് ഈ ഓയിൽ വെച്ച് നല്ലപോലെ മസാജ് ചെയ്തിട്ട് രാവിലെ വേണം ഹെയർ വാഷ് ചെയ്ത് കളയാൻ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ വാഷ് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്നുള്ള ഹെയർ വാഷ് വാങ്ങിച്ചവരാണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ നല്ലപോലെ മിക്സ് ചെയ്ത് തലയിൽ ഒരു പാക്ക് പോലെ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകി കളയാവുന്നത് ആണ്. ഇല്ല നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ യൂസ് ചെയ്ത് വൈകുന്നേരം കഴുകുക. ഇല്ല വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം യൂസ് ചെയ്തിട്ട് രാവിലെ കഴുകുക. ഓക്കെ, ഈ രണ്ടിലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഇത് നല്ലപോലെ മസാജ് കാരണം മുടി കറക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും. നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഒരു ഹെയർ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എണ്ണയെന്ന് പറയുമ്പോൾ ഈ ഒരു എണ്ണ ഇല്ലാത്തവരാണെങ്കിൽ ഒരു മാസം യൂസ് ചെയ്യുന്ന അളവിന് നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.